ഹിസ്ബുള്ള നേതാവ് കൊല്ലപ്പെട്ട വാർത്ത കൂടി പറയുന്നു. മുഹമ്മദ് റഹീസിലേക്ക് പോകുന്നു. റഹീസ്, രാവിലെ മുതൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, പക്ഷേ അല്പസമയം മുമ്പ് അരമണിക്കൂർ മുമ്പ് ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളിലേക്കും ചെറുതും വലുതുമായ സ്ഫോടനങ്ങൾ കേട്ടു തുടങ്ങുന്നു. റഹീസ്, ആശ്മി, നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും യു എയുടെ ആകാശത്തു കൂടി ഡ്രോണുകൾ പോകുന്നതിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും. ആ തരത്തിൽ ആക്രമണം വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഏതാണ്ട് UAE സമയം 9 മണി, അതായത് അരമണിക്കൂർ മുമ്പ് ആണ് ഇത്തരത്തിൽ വീണ്ടും ആക്രമണം ആരംഭിച്ചത്. അത് UAE മാത്രമല്ല, ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ എല്ലായിടത്തും ഈ തരത്തിൽ ആക്രമണം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് പ്രത്യേകിച്ച് അത് കുവൈറ്റ് അടിവരയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. കുവൈറ്റിൽ കാര്യമായ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്ന സിവിൽ ഡിഫൻസ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അൽ മൻസൂരി അദ്ദേഹം അത് കൺഫേം ചെയ്യുകയാണ്. അത് അപകടം ഉണ്ടായത് റുമൈസിയയ്ക്കും ഒപ്പം തന്നെ സൽവ ഏരിയയ്ക്കും അടുത്താണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ വിവരങ്ങൾ ഇപ്പോഴും അപകടം നടക്കുന്നതിന്റെ ആക്രമണം നടക്കുന്നതിന്റെ വിവരങ്ങളൊക്കെയും കുവൈറ്റ് പങ്കുവെക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഖത്തർ മന്ത്രാലയവും ഇപ്പോൾ ചില വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അവിടെ ദൃശ്യങ്ങൾ കാണുന്നത് F-15 വീഴുന്നതാണ്. കുവൈറ്റിലെ സംഭവമാണ്. ഈ പറയുന്ന F-15 സാധാരണ ആ റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് അമേരിക്കയും ഇസ്രയേലും സൗദിയും ഖത്തറുമാണ്. അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ F-15 ആണ് അത് വെടിവെച്ചിട്ടേക്കുന്നതെന്നാണ് പ്രേക്ഷകർ അറിയാൻ കഴിയുന്നത്. അത് മുകളിൽ നിന്നും വെടിയേറ്റ ഒരു F-15 വിമാനം താഴേക്ക് പതിച്ച് കൂപ്പുകുത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒന്ന് ഫുൾ വിൻഡോ കൊടുത്തു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഒന്നുകൂടി കൃത്യമായി കാണാൻ കഴിയുമായിരിക്കും. അവിടെ ഒരു F-15 വിമാനം വെടിയേറ്റ് താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അത് കുവൈറ്റിലെ ദൃശ്യങ്ങളാണ്. കുവൈറ്റിൽ പല മാധ്യമപ്രവർത്തകരും ആ ദൃശ്യങ്ങൾ ശിവാരൂർ അടക്കമുള്ള പല മാധ്യമപ്രവർത്തകരും ആ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. ഒരു F-15 വിമാനം അമേരിക്കയും ഇസ്രായേലും ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ സൗദിക്കും ഖത്തറിനും ഈ രാജ്യങ്ങൾ കൊടുത്തിട്ടുള്ള F-15 വിമാനമാണ്. ആ വിമാനമാണ് വെടിയേറ്റ് ആകാശത്തു നിന്നും താഴേക്ക് നിലംപതിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നത്. F-15 ഒക്കെ ഈ അർത്ഥത്തിൽ വെടിയേറ്റ് നിലംപതിക്കുന്ന ദൃശ്യങ്ങൾ ഇതിനു മുമ്പ് അങ്ങനെ സാധാരണമല്ല. F-15 ഒക്കെ അങ്ങനെ നിലംപതിക്കൽ അങ്ങനെ വലിയ യുദ്ധങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ വലിയ യുദ്ധമുഖങ്ങൾ മാത്രമാണ് F-15 ഒക്കെ സാധാരണഗതിയിൽ വെടിയേറ്റ് താഴേക്ക് പതിച്ചിട്ടുള്ളൂ. ഇത് വെടിയേറ്റ് താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. താഴെ പതിക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. റഹീസ് തുടർന്നു. റഹീസ്, നമ്മൾ കുവൈറ്റിന്റെ ആകാശത്ത് ഒരു F-15 വിമാനം വെടിയേറ്റ് താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. അപ്പോൾ ആ മേഖലയിൽ ഇപ്പോഴും ഉണ്ട്, സമാധാനമായി എന്ന് പറയാനായിട്ടില്ല റഹീസ്, ദൗർഭാഗ്യവശാൽ. അശ്മി, അങ്ങനെ പറയാറായിട്ടില്ല. ഈ വിമാനത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഇത് US-ന്റെ വിമാനമാണെന്നും അത് അബദ്ധത്തിൽ വെടിവെച്ചിട്ടതാണെന്നുമുള്ള വിവരങ്ങളാണ് പ്രാഥമികമായി പുറത്തു വരുന്നത്. അമേരിക്ക ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ ആ നിലയ്ക്കാണ് ഈ വിമാനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഉള്ളത്. എന്നാൽ മറിച്ച് ഈ നിലവിൽ ദുബായിയുടെ പല ഭാഗങ്ങൾ, ഒപ്പം തന്നെ UAE പ്രത്യേകിച്ച് അബുദാബി, ദുബായിയുടെ പല ഭാഗങ്ങളിലും വലിയ ശബ്ദം കേൾക്കുന്നതായി ആളുകൾ വിവരം പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മേഖലകളിൽ ഈ ജബലലി, ഒപ്പം തന്നെ ഇന്റർനെറ്റ് സിറ്റി, പാം ജുമൈറ ഭാഗത്ത്, ഈ ഭാഗങ്ങളിലൊക്കെയും ശബ്ദം കേൾക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് 9 മണിക്ക് ശേഷമാണ്. ഏതാണ്ട് ഇന്നലെ വൈകിട്ടോടുകൂടി ഒതുങ്ങി എന്ന് കരുതിയിരുന്ന ആക്രമണം വീണ്ടും ശക്തമാകുന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് കുവൈറ്റിലും ഖത്തറിലും ബഹ്റൈനിലും UAE-യിലും ഒക്കെ ഒരേ നിലയ്ക്ക് തന്നെ ഒരേ സമയത്ത് തന്നെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുവൈറ്റും ഖത്തറും ഒക്കെ ഈ ആക്രമണത്തെ ചെറുത്തതായിട്ടുള്ള വിവരങ്ങളും എന്തായാലും പുറത്തു വന്നിട്ടുണ്ട്. എല്ലാ ജാഗ്രതയും പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു വിശദീകരണം UAE-യുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതൊന്നും നിലം പതിച്ച് വലിയ അപകടമുണ്ടായതായിട്ട് വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വരുന്നില്ല. ആദ്യ ദിവസം ഉണ്ടായതുപോലെയുള്ള തീപിടുത്തങ്ങളോ അല്ലെങ്കിൽ തകർച്ചയുടെ വാർത്തകളോ അങ്ങനെ അതുമൂലമുണ്ടായ അപകടങ്ങളോ അങ്ങനെ വാർത്തകൾ പുറത്തു വരുന്നില്ല. പക്ഷെ അതിനപ്പുറം ആശങ്ക വീണ്ടും ഉയർന്നു വരികയാണ്. രാവിലെയോടുകൂടി ഏതാണ്ട് ഒരു സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ മാറും എന്ന് ചിന്തിച്ചിടത്തു നിന്ന് വീണ്ടും ആശങ്കയുടെ ഒരു കരിനിഴൽ പടർന്നിരിക്കുകയാണ്. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്തായാലും ഖത്തർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ അപകട മേഖലകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണ സ്ഥലങ്ങളിലേക്ക് പോകരുത് എന്നുള്ള വിവരം പറയുന്നു. ഒപ്പം തന്നെ ഈ വലിയ റോഡുകൾ, പ്രധാന റോഡുകൾ ഉപയോഗിക്കുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ആയിരിക്കണം എന്നുള്ള വിവരം പറയുന്നുണ്ട്. ഒപ്പം തന്നെ കുവൈറ്റ് ഒക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു എമർജൻസി
എക്സിറ്റ് പ്ലാൻ ഒക്കെയും എന്തായാലും കുവൈത്തിലെ US എംബസിയിൽ നിന്ന് പുക ഉയരുന്നു എന്നൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. നമ്മൾ കമന്റ് ബോക്സിൽ വരുന്നത് അങ്ങനെ വായിക്കുകയാണ്. 100% സത്യമാണ് എന്ന് സ്ഥിരീകരിച്ച് പറയുന്നതല്ല അത്. അതുകൊണ്ടാണ് ആ ഉത്തരവാദിത്തത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ കമന്റ് ഇടണം. കുവൈത്തിൽ US എംബസിയിൽ പുകയുരുന്നു എന്ന് പറയുന്നത് മിസ്ക എന്നൊരു പ്രേക്ഷകനാണ്. ഖത്തർ ലഗേജ് പൊട്ടി എന്ന് പറയുന്നുണ്ട്. ഖത്തറിൽ രാവിലെ ശബ്ദം കേൾക്കുന്നു എന്ന് പറയുന്നു. ഖത്തറിൽ ഇന്ന് രാവിലെ മുതൽ രാവിലത്തെ കുറച്ച് സമയത്ത് നിശബ്ദം ഒഴിച്ചു നിർത്തിയാൽ ഒരു 10 മിനിറ്റ് മുമ്പ് മുതൽ നിരന്തരമായ സ്ഫോടന ശബ്ദം ഖത്തറിൽ കേൾക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.